BJP, SDP ഉൾപ്പെടെയുള്ള മുന്നണികളുമായിട്ടായിരുന്നു CPM ഇവിടെ ബാന്ധവത്തിലുണ്ടായിരുന്നത്. അതെല്ലാം ജനങ്ങൾ ഇവിടെ തട്ടിമാറ്റി അത്യുജ്വലമായ വിജയമാണ് ഒഞ്ചിയത്തും മേറാമലയും എല്ലാം ഉണ്ടായിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും വലിയ കുതിപ്പ്. മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ നമുക്ക് പല സീറ്റുകളും അവരുടെ സീറ്റ് പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ മുന്നേറ്റം. ഒഞ്ചിയത്ത് 12 സീറ്റിലാണ്, 7 സീറ്റിലേക്ക് CPM ഒതുക്കി. ഞങ്ങൾ എന്ത് വില കൊടുത്തും ഒഞ്ചിയം തിരിച്ചുപിടിക്കുമെന്നായിരുന്നു നേതാക്കന്മാർ അവകാശപ്പെട്ടത്. ആ അവകാശവാദങ്ങളെല്ലാം തട്ടിമാറ്റിയാണ് ഇവിടുത്തെ ജനത വലിയ വിജയം നേടിയത്. ഈ വിജയ ഒഞ്ചിയത്തെ ജയിപ്പിച്ച മുഴുവൻ ജനതയ്ക്കും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. RMB ഉജ്ജ്വലമായിട്ട് പലയിടങ്ങളിലും തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അത് ഇവിടെ മാത്രമല്ല, കുന്നംകുളം, മണിയൂര്, തൃശ്ശൂര്, പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. RMB, UDF, RMBയും ഒന്നിച്ചാണ് പല സ്ഥലങ്ങളിൽ മത്സരിച്ചത്. വലിയ മുന്നേറ്റം. കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഒന്നിച്ചാണ് മത്സരിച്ചത്. കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ തനിച്ചാണ് മത്സരിച്ചത്. അവിടെയും 4 സീറ്റ് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വലിയ മുന്നേറ്റം. കേരളത്തിലാകെ UDF തരംഗമാണ്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് LDFന് മേൽക്കൈയാണ് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷേ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞതാണ്. ഭരണവിരുദ്ധ വികാരമാണ്. ആ മന്ത്രിസഭ രാജിവെക്കണം. പിണറായി വിജയൻ രാജിവെക്കുകയാണ് വേണ്ടത്. ആ തരത്തിലേക്ക് മുന്നേറ്റമാണ് ഇവിടെ സംസ്ഥാനത്താകെ UDFനുണ്ടായത്. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികളൊക്കെ BJP ചരിത്ര നേട്ടത്തിന് തൊട്ടടുത്താണ്. 49 കിട്ടിയാൽ LDF 24, UDF 18 കിട്ടിയാൽ BJP അധികാരത്തിലെത്തും. തിരുവനന്തപുരം പോലൊരു കോർപ്പറേഷന്റെ തലപ്പത്തേക്ക് BJP മേയർ ഉണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.